ഹായ് ഹലോ L3 ലൂസിഫർ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ ശേഷം മൂന്നാം ഭാഗം L3 വരുന്ന കാര്യമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് കുമാർ അഭിഷേക് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. L3 എന്തായാലും സംഭവിക്കും, കുറച്ച് വൈകിയാലും, പക്ഷേ വലിയൊരു ക്യാൻവാസിൽ വരുന്ന വലിയ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ചിത്രം തന്നെയായിരിക്കും. ഇസ്രായേൽ എന്നായിരിക്കും ചിത്രത്തിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് തിരക്കഥയും കാര്യങ്ങളോ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം L2-ൽ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ള വ്യക്തിയെന്ന് പ്രണവ് മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി വാട എന്ന് പറയുന്നതിലൂടെ തന്നെ പടം അവസാനിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും L2-ന് ശേഷം L3-ലേക്ക് വരുമ്പോൾ പ്രണവ് എന്ന് പറയുന്ന നടനെ കൂടുതലായിട്ട് ക്യാമറയായിട്ട് നല്ല റോൾ തന്നെ എനിക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. യൂണിങ് സ്റ്റീഫ് നെടുമ്പോഴുള്ള ചെറുപ്പകാലം കുറച്ചുകൂടി മാറ്റൽ കാണിക്കും, കുറച്ചുകൂടി പ്രധാനപ്പെട്ട റോൾ തന്നെയായിരിക്കും പ്രണവിൻ്റേതും ഒക്കെ തന്നെ പൃഥ്വിരാജ് കൺഫേമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കും L3-ക്ക് വേണ്ടി വെയിറ്റിംഗ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം L2 എന്ന ചിത്രത്തിൻ്റെ എല്ലാ കുറവുകളും മാറ്റി മറിച്ചുകൊണ്ട് തന്നെയായിരിക്കും L3 സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ബൈ ബൈ.